എങ്കിൽ എന്നോട് പറ. അല്ല അങ്ങനെ ഒരു ഫീല് തോന്നി, അപ്പൊ അത് പറഞ്ഞു. അല്ല, ഒരു കാര്യം തോന്നി, അതൊരാളോട് പറയുന്നതിന് എന്താ തെറ്റ്? അല്ല, നിങ്ങൾ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി. അനീഷ്, എന്റെ പ്രണയമാണോ, പ്രേമമാണോ, അതോ സ്നേഹമാണോ, അതോ ഒരു അനുകമ്പയാണോ, എന്താണ് അങ്ങയുടെ മനസ്സിൽ? ഈ ലാലേട്ടൻ പറഞ്ഞ ഈ എല്ലാം കൂടിയിട്ടുള്ള ഒരു വികാരമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനം കിട്ടി. അതെ തീർച്ചയായിട്ടും. ഒന്നുമില്ല, എനിക്കറിയാൻ അനീഷേട്ടൻ എപ്പോഴെങ്കിലും ഒന്ന് തുറന്നു പറയും. അത് നടന്നു. അനുമോൾ, എന്തൊക്കെയാണ് വിശേഷം? അനുമോൾ, നല്ല വിശേഷം. ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ? ഉറപ്പായിട്ടും വരണം. അങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് തോന്നി? ഒരാള് അല്ല, എനിക്ക് സന്തോഷം തോന്നി. ഒരാൾ നമ്മളെ ഇഷ്ടം അറിയിക്കുക എന്ന് പറയുന്നത് അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം. എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഇഷ്ടമാണെന്ന് ഒരാൾ വെറുതെ പറയില്ലല്ലോ. നമ്മൾ അറിഞ്ഞ് നമ്മുടെ സ്വഭാവം അറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ്, നമ്മൾ അത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലാണ് ഒരാൾ നമ്മുടെ അടുത്ത് ഇഷ്ടം പറയുന്നത്. അപ്പം എനിക്ക് കണ്ടു. അതെ ഇങ്ങനെ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല, പ്രത്യേകിച്ച് അനീഷേട്ടൻ. അപ്പം എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നത്. അനീഷേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അനീഷേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. അതിന്റെ ഒരു പ്രധാന കാരണക്കാരി അനുമോളാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഇല്ല, ഞാനായിരിക്കത്തില്ല. തീർച്ചയായിട്ടും പലപ്പോഴും അനുമോൾ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പം അനീഷ് എഴുന്നേറ്റ് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തറിയാം, ഒരു പക്ഷേ അനീഷ് അവിടെ നിന്നാൽ അലിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണോ അനീഷ് എങ്ങനെയാണ് അലിഞ്ഞത്? ആദ്യം അലിഞ്ഞത് എപ്പോഴാണ്? അത് ഒന്നാമത് ഞങ്ങളെ കെടുക്കുന്നത് തന്നെ അടുത്തടുത്താണ്. ബെഡിന്റെ. അപ്പം എനിക്കറിയില്ല ലാലേട്ടാ എങ്ങനെയാണ് അത്. അതല്ല, ഒരു മറുപടി കിട്ടാതായപ്പോ കുറച്ച് ദേഷ്യത്തോടെ എണീറ്റ് പോകുന്ന കണ്ടു. അങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടാൻ പാടില്ല. നമ്മളെപ്പോഴും ഒരു കാര്യം ചോദിച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആംഗിളിൽ നിന്നൂടെ ചിന്തിക്കണം, അല്ലേ? ഒരു സ്ത്രീയോടാണ് ഒരു കാര്യം ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ലേ എസ് എന്നോ നോ എന്നോ പറയാൻ പറ്റുള്ളൂ. അവർക്ക് സമയം കൊടുക്കണം, അല്ലേ? എൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ ഉടനെ എസ് എന്ന് പറയാം, അങ്ങനെ പറ്റില്ല. നമ്മളൊരു ആരും പറയാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല, അത് വേറെ കാര്യം. തോന്നുന്ന ഒരു എന്നെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി. പിന്നെ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോയി പുള്ളി എടുത്ത്. പക്ഷെ എന്ത് പറയാനാണ് പോയത്? ഇങ്ങനെ ഇഷ്ടമില്ലെന്ന് പറയത്തില്ല, കാരണം നമുക്ക് എല്ലാവർക്കും ചേട്ടന് ഇഷ്ടമാണ്. ചേട്ടൻ്റെ ക്യാരക്ടേഴ്സ് നോക്കണമെങ്കിൽ എനിക്ക് പുള്ളിയെടുത്ത് സ്നേഹമുണ്ട്. പക്ഷെ അത് ഒരു എന്താ പറയണ്ടേ, പുള്ളിയെടുത്ത് നിറച്ച് സ്നേഹമുണ്ട്. ഇഷ്ടമായോ? വളരെ സൂക്ഷിച്ച്, ഒരു ഹൃദയത്തിൽ പോലും ഒരു പോറിലേൽക്കാതെ വേദനിപ്പിക്കാതെ പതുക്കെ കട്ട് ചെയ്യണം കേട്ടോ. അനുമോനും ഒന്ന് അനുമോളും, അത് നിങ്ങളുടെ ഇഷ്ടം, ആരാണ് കണ്ടുപിടിച്ചോളൂ. ഓക്കെ, പക്ഷെ ഒരുപാട് സന്തോഷിച്ചിരിക്കട്ടോ. ഇനി സന്തോഷമാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ലാലേട്ടൻ പറഞ്ഞ സമയം എടുക്കാനൊക്കെ എന്തിനും എനിക്ക് സമയം വേണ്ട. ഒരു നിമിഷം മതി, സെക്കൻഡ് മതി എനിക്ക്.